ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ബൈബിളിൽ പറയാത്ത ബൈബിൾ കഥകളിലേക്ക് സ്വാഗതം. ഈശോയും ശിഷ്യന്മാരും ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമ കവാടത്തിലെത്തിയപ്പോഴേക്കും പെട്ടെന്ന് കുറേ റോമൻ പട്ടാളക്കാർ അവരെ കുതിരപ്പുറത്തും മറ്റുമായിട്ട് ഇങ്ങനെ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറി. എന്നിട്ട് അവിടെയുള്ള കുറേ ആളുകളെല്ലാം പിടിച്ചു കെട്ടി ഗ്രാമത്തിന് നടുവിൽ കൊണ്ടു നിർത്തി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ രാജ്യദ്രോഹികളാണ്, അവർ രാജ്യത്തിനെതിരെ തീവ്രവാദം നടത്തുന്നവരാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, അല്ല, അവർ നിരപരാധികളാണ്, അവരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഒരു 4 വയസ്സുകാരനായ കുഞ്ഞ് തൻ്റെ അപ്പനെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അപ്പാന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ അപ്പൻ്റെ നേരെ ഓടിച്ചെല്ലുകയാണ്. ഇത് കണ്ടു നിന്ന മറ്റൊരു ദുഷ്ടനായ പട്ടാളക്കാരൻ അയാൾ കൈ ചുരുട്ടി ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് ഇടിക്കുകയാണ്. ആ കുഞ്ഞ് തെറിച്ചു വീണു. നിലത്ത് കിടന്ന് ആ കുഞ്ഞ് പിടയുന്നു. ഇത് കണ്ടു നിന്ന ശതാധിപൻ കുതിരപ്പുറത്തു നിന്നും ആക്രോശിച്ചു, വിഡ്ഢി, നിനക്കറിഞ്ഞുകൂടെ അതൊരു പാവം കുഞ്ഞാണെന്ന്. അയാൾ കുതിരപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരുന്നു. ശതാധിപൻ സാവധാനം ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് അയാൾ അവിടെ ഇരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ഈശോ ഇത് കണ്ടു. ഈശോ അയാളുടെ അടുത്തേക്ക് സാവധാനം നടന്നു വന്നു. ഈശോ കണ്ടു അയാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആർദ്രതയും അനുകമ്പയും കരുണയും. ശതാധിപൻ തല ഉയർത്തി ഈശോയോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈശോ ആ കുഞ്ഞിനെ സാവധാനം കരങ്ങളെടുത്തു. ഈശോ ആ കുഞ്ഞിന് ജീവൻ കൊടുത്തു. എന്നിട്ട് അവനെ അവൻ്റെ മാതാപിതാക്കൾ കേൾപ്പിച്ചു. ഇതുകൊണ്ട് ശതാധിപൻ ഈശോയോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു. ഈ ശബ്ദം കേട്ട ഉടനെ ശതാധിപൻ ഭയന്നുപോയി. അയാൾ ഓടിച്ചെന്ന് കുതിരപ്പുറത്ത് കയറി മറ്റു പട്ടാളക്കാരെ പിടിച്ച് ഈ 5 പേരെ സ്വതന്ത്രരാക്കിയിട്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ഓർക്കാം. ഈശോ നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. അവൻ ഹൃദയ വിചാരങ്ങൾ അറിയുന്നു എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആർദ്രതയുണ്ടോ, സ്നേഹമുണ്ടോ, കരുണയുണ്ടോ, മറ്റുള്ളവരുടെ അനുകമ്പയുണ്ടോ? ഈശോ അത് കാണുന്നുണ്ട്. കുഞ്ഞുനാളിൽ നമ്മളെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലെ ഹൃദയവും, ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.